നമസ്കാരം. ശബരിമലയിലെ മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ചിട്ട് 4 ദിവസം പിന്നിടുന്നു. ഏറ്റവും നികൃഷ്ടമായ രീതിയിലാണ് ശബരിമലയിലെത്തുന്ന ഭക്തരോട് അധികാരികൾ, പോലീസുകാർ, ദേവസ്വം ജീവനക്കാർ പെരുമാറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് പ്രതീഷ് വിശ്വനാഥൻ അടക്കമുള്ളവർ ഷെയർ ചെയ്ത ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം. വെറും അറവ് മാടുകളോട് കാണിക്കുന്ന സമീപനമാണ് ശബരിമലയിൽ വ്രതം നോറ്റെത്തുന്ന അയ്യപ്പ ഭക്തന്മാരോട് പോലീസുകാർ കാണിക്കുന്നത്. ഒരു അയ്യപ്പ ഭക്തൻ എന്ത് തെറ്റ് ചെയ്തു എന്നറിയില്ല, അയാളുടെ മുണ്ടിൽ പിടിച്ച് വലിച്ചിഴയ്ക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇവിടെ സമരക്കാരെ കൈകാര്യം ചെയ്യുന്നത് പോലെ തെരുവുകളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ സമരക്കാരെ കൈകാര്യം ചെയ്യുന്നതിന് സമാനമായ രീതിയിലാണ് ശബരിമല ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പ വിശ്വാസികളോട് ഈ പോലീസ് ക്രൂരത കാണിക്കുന്നത്. എന്നു മുതലാണ് ഇത്തരത്തിൽ അയ്യപ്പ വിശ്വാസികളോട് ഇത്രയും നികൃഷ്ടമായ രീതിയിൽ പോലീസ് പെരുമാറി തുടങ്ങിയത്? പണ്ടുകാലത്തൊക്കെ അയ്യപ്പ ഭക്തന്മാരെ സ്വാമി എന്ന് മാത്രമേ ഈ പോലീസുകാർ വിളിച്ചിരുന്നുള്ളൂ. ആ അയ്യപ്പ ഭക്തന്മാരോട് 18ാം പടിയിലായിരുന്നാലും എവിടെയായിരുന്നാലും അയ്യപ്പ ഭക്തന്മാരോട് അതീവ ബഹുമാനത്തോടു കൂടിയായിരുന്നു ഓരോ പോലീസുകാരനും ഇടപെട്ടിരുന്നത്. പുഴുക്കുത്തുപോലെ അവിടെ ഇവിടെ 1-2 പേർ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അന്നൊക്കെ പോലീസിന്റെ ഭാവം എന്നുള്ളത് ശാന്തിയുടെ ഭാവമായിരുന്നു. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാരെ സേവിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഇന്ന് ഏറ്റവും അധികം അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിക്കുന്ന ഒരു വിഭാഗമായി പോലീസ് മാറിയിരിക്കുന്നു. നിങ്ങൾ ആ ദൃശ്യങ്ങൾ കാണണം. പോലീസുകാര് അയ്യപ്പ ഭക്തന്മാരെ അടിച്ചോടിക്കുന്നതാണ്. തിക്കും തിരക്കും കൊണ്ട് മണിക്കൂറുകൾ 6, 7, 8, 9 മണിക്കൂറുകൾ ക്യൂ നിന്ന് കുടിവെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ് വെയിൽ കൊണ്ട് തളർന്ന് മഴ കൊണ്ട് ബുദ്ധിമുട്ടി ഒക്കെ എത്തുകയാണ് ഈ അയ്യപ്പ ഭക്തന്മാർ. അവരെ സംബന്ധിച്ച് ഒരു നിമിഷം മുമ്പെങ്കിലും ശബരീശനെ ഒന്ന് കാണാനുള്ള വ്യഗ്രതയാണ്. കഴിഞ്ഞ എത്രയോ നാളുകളായി വ്രതമെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിലോമീറ്ററുകളോളം ദൂരം സഞ്ചരിച്ച് വിശന്ന് വലഞ്ഞ് എല്ലാ അവസ്ഥകളിലൂടെയും കടന്നു പോയിട്ടാണ് അവർ ശബരിമലയിൽ എത്തുന്നത്. അപ്പൊ സ്വാഭാവികമായി അവർക്ക് പെട്ടെന്ന് കാണാനുള്ള തിടുക്കമുണ്ടാകാം. ചിലപ്പോൾ അവർ ഒരു വരി തെറ്റിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ അവർ പറഞ്ഞെടുത്ത് നിൽക്കാതെ ഒന്ന് ഓടിപ്പോയെന്നിരിക്കാം. എന്നാൽ പോലും വെറും മൃഗങ്ങളോടെന്ന രീതിയിലാണ് ഇപ്പോൾ ഈ അയ്യപ്പ ഭക്തന്മാരോട് പോലീസ് പെരുമാറുന്നത്. ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവുമില്ലാത്ത, ഒരു തരത്തിലുള്ള പരസ്പര ബഹുമാനവുമില്ലാത്ത, ഒരു സ്വാമി അയ്യപ്പനാണ് എന്നുള്ള ഒരു തരത്തിലുള്ള പരിഗണനയുമില്ലാത്ത മൃഗീയമായ രീതിയിലുള്ള മർദ്ദനവും മൃഗീയമായ രീതിയിലുള്ള പെരുമാറ്റവുമാണ് ശബരിമല സന്നിധാനത്തെ അയ്യപ്പ ഭക്തരോട് ഈ പോലീസുകാർ ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളാണ് പുറത്തു വരുന്നത്. ഓരോ ദൃശ്യങ്ങളും സത്യത്തിൽ കണ്ണ് നനയിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളോട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി തീർത്ഥാടകർ പറഞ്ഞു, ഇത് അവസാന യാത്രയാണ്.
ഞങ്ങൾ ഇനി ശബരിമല സന്നിധാനത്തേക്ക് ഇല്ല, ഞങ്ങൾക്ക് ശബരിമല സന്നിധാനത്തെ പെരുമാറ്റം കൊണ്ട് മടുത്തു, ഞങ്ങൾക്ക് അയ്യപ്പ സ്വാമിയെ ഞങ്ങൾ എവിടെ ഇരുന്നെങ്കിലും വിളിച്ചുകൊള്ളാം, എല്ലായിടത്തും ഉള്ളത് ഒരേ ദൈവം തന്നെയാണ്. ഇങ്ങനെ നൂറുകണക്കിന് ശബരിമല ഭക്തന്മാരാണ് ഇനി ശബരിമലയിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പുറത്തു പോകുന്നത്. എന്തൊരു അവസ്ഥയാണെന്ന് ഓർക്കണം. ഇത് ആരാണ് വരുത്തി വെച്ചത്? ഇത് നശിപ്പിച്ചത് മുഴുവൻ ഈ ഭരണകൂടമാണ്. പിണറായി സർക്കാരിന്റെ കീഴിലുള്ള ശബരിമല ദേവസ്വം ബോർഡുമാണ് ഈ മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. ശബരിമല എന്ന ഏറ്റവും പരിപാവനമായ തീർത്ഥാടന കേന്ദ്രത്തെ നശിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ വാങ്ങി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ സഖാക്കന്മാരാണ് ഈ ശബരിമലയുടെ ഏറ്റവും വലിയ ശാപം. We'll be right back.